എന്നാ കണക്കിട് പറ. തേങ്ങ ഇടാൻ പോയതിന്റെ മൊത്തം ചെലവ്. അപ്പുട്ടൻ തേങ്ങ ഇടാൻ കയറിയപ്പോ അപ്പളാ ഓർത്തത് ട്രൗസർ ഇട്ടിട്ടില്ല. അതിന്റെ ചെലവ് 130 രൂപ. അതിനെന്തിനാ ചെലവാക്കണു? താഴത്തെ ഞാനല്ലേ നിക്കണേ. അത് ശരിയാ, അത് ചെലവാക്കണം. ഓ എല്ലാം നല്ല കറക്റ്റ് ആലാണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ. അതെ ഇട്ട തെങ്ങുമെന്ന് അപ്പുട്ടൻ കീഞ്ഞണ്ടാണ്. അപ്പൊ തന്നെ നേരത്തെ ആകെ തോലിറങ്ങി. അതിന്റെ ഹോസ്പിറ്റൽ ചെലവ് 4500 രൂപ. അപ്പുട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ലേ? ഓ അല്ലെങ്കിൽ ഇതിമ നിക്കൂലേ. ഇത് മൊത്തം ബാക്കി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞ അതാണല്ലേ. കൊമ്പങ്ങാട് ചെറ്റങ്ങട്ട് ഇറങ്ങി. മകനെ വിട്ടുകൊണ്ട് മതിൽ കുത്തി പൊളിച്ചോ പോരാ. കൊമ്പങ്കാട് ചേറ്റയാണ് ഈ ചാവുന്നത്. ആ സൈനന്റെ പേരന്റെ മതിൽ ഇതേപോലെ പൊളിഞ്ഞിക്കണല്ലോ. അതിന്റെ മോൻ പൊളിച്ചാ പോണം. ഫർണിച്ചറിന്റെ കടയെ ചോദിച്ചത്. അവിടെ തന്നെയാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. അത് നിൽക്കറിയേണ്ട ആവശ്യമില്ല. അനക്കറിയേണ്ട ആവശ്യമില്ല. ഹലോ ഈ മതിലൊക്കെ ഫർണിച്ചർ എടുത്താ പോവാ. ഞാൻ പറയും മതിലിന്റെ പ്രശ്നത്തിൽ അതിന്റെ കൂട്ടൊന്നും പറയട്ടെ. കാട്ടുകോയെ അന്റെ കല്യാണം ഉറപ്പിച്ചാൽ ഏത് അടുപ്പൊക്കെ പിന്നെ വിളിച്ചു കളിച്ചത്? എടീച്ച് വിളിച്ചോ? ഞാൻ വിളിച്ചാ എന്താണെന്ന് എനിക്ക് കാണിച്ചത്. ഈ മയാണ് വരുന്നത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കല്യാണം ഉറപ്പിച്ച ചെറുക്കനാണെന്നൊന്നും വിചാരില്ല. കണ്ണി കണ്ട പെണ്ണുങ്ങളോട് ഫോൺ വിളിച്ച് കൊള്ളുക. എടാ പോത്തെ, നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ പെങ്ങന്മാരായിട്ട് കാണാൻ പഠിച്ചേ. അതാ വേണ്ടത്. പൂരൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടുകാരൊക്കെ നിങ്ങളെ കുറിച്ച് എത്താ വിചാരിച്ച എഴുതിട്ടാ. എന്താ വിചാരിച്ചതിനെ പറ്റി? കുഞ്ഞാറപ്പിച്ച ആഴ്ചങ്ങളൊക്കെ എന്റെ പെങ്ങളായി കഴിഞ്ഞാ അതിന്റെ വാപ്പങ്ങളാവൂലേ? ആവും. അത് പറ്റില്ല. അത് മായിച്ചേ മായിച്ചേ. മാറ്റാണ്. അതൊരു മുണ്ടാപ്രാണിയല്ലേ. അതിനെന്താ കൊടുത്തു നോക്കണമെന്നാവല്ലോ. ഇതിപ്പോ മാത്രം തെത്തും തിന്നാത്ത നല്ല കള്ളത്തെ അയക്കണല്ലോ. എന്നോട് ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞാണ് നാടൻ പൂച്ചല്ല. ആ കണ്ണി കണ്ടോ തിന്നൂലെന്ന്. ഇപ്പൊ ജുമാനത്ത് തിന്നില്ല. കഴിഞ്ഞ ജുമാന്റെ മുന്നേ തിന്നാളെ. എന്താ തിന്നാൻ കൊടുക്കണ്ടേ? ഇതിന്റെ പറഞ്ഞാളാണ് അതിന് കേക്കൊടുത്തു. അതെന്താ മനുഷ്യനാ? പിന്നെ പൂത്തെ ഐറ്റങ്ങളെ തീറ്റുണ്ടോ എന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ. എന്തിനു കൊടുത്തു നല്ല മീൻകാലം വന്നപ്പോ 1 കിലോ മീൻ വാങ്ങി കൊടുത്തു. മതിങ്ങളെ ചവർപ്പ കൊടുത്തു. അപ്പൊ അതിന്റെ പള്ള ഇങ്ങനെ പൊന്തി 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 വരാ. അതിന് ഞാൻ നാരത്തോടി വാങ്ങി കൊടുത്തു. അപ്പൊ എന്നോട് പറയാം ബുദ്ധി ചെലർക്ക് മതി മതി എന്നാണ് പറയണ്ടേ. നിടത്താര് പറ്റിക്കണ്ടേ? അതിനകത്ത് ഒന്നും കൊണ്ടുവരൂല്ല തിന്നണൂല്ല. എന്നോട് പറ്റിക്കണൂന്നുണ്ട്. അതിനോട് നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ തന്നെ കൊണ്ടുണ്ട്. വിമാനമോളെ എന്താ പറയുന്നത് തോന്നുന്നു. അതിന് അച്ചാറും വേണം തോന്നണ്ടേ. തലയാണ് ഓർന്ന് അറിയാമോ അറിയാമോ അറിയാമോ? അവളെ ഇജില്ലേ വെറുതെ 2 ദിവസമായിട്ട് മൊബൈല് ചെവിയിലിങ്ങനെ വെച്ചിങ്ങനെ നടക്കണു. പൂ കൊടുക്കാൻ വന്നിക്കാരെ വീർക്കോലെ ഇല്ലാത്ത പറയാൻ പല്ലടിച്ചാൻ കൊഴിച്ചു ഞാൻ അന്നെ തെരഞ്ഞു വന്നാണ് ലേറ്റ് എടുക്കാൻ പോകാനത്. ഫ്ലൈറ്റിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ മറിയമ്മത്തെ ട്രാവൽസ് നടത്തണേ. വീർക്കോലെ മറിയമ്മക്ക് തൂ കൊടുക്കാൻ വന്നതല്ലേ ഞാൻ. മറിയമ്മനെ പൊട്ടിക്കൊണ്ടുപോകാൻ വന്നിക്കേ. പൊടി ഉണ്ടിക്കേ ചൂടട്ടെ പടച്ചട്ടെ. താലിയാണ് ലൈറ്റ് ലൈറ്റ് 35 കിലോ ഇന്റെ വൈറ്റ് അല്ലേ? ലൈറ്റ് ലൈറ്റ് എന്നാ അത് പറയണ്ടേ അവിടൊക്കെ എടിയേ തിരൂരിക്കാണ്. ആ തുണിക്കുപ്പായി മതി. ഇങ്ങോട്ട് പോരെ. എന്നാ സ്ലൈറ്റ് താൻ പോയി പഠിച്ച സ്ലേറ്റ് എല്ലാം പോയെ. എപ്പോഴാ ഒന്ന് കേറിക്കേ. അറിയാമോ ഒരു മനുഷ്യൻ ഉമ്മർത്ത് വന്നിക്കണ കണ്ടില്ലേജി. ഇപ്പൊ ഫുള്ള് മാർക്ക് വാങ്ങി. നിങ്ങളല്ലേ ഫുള്ള് മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ മലയോര കാർണിവൽക്ക് കൊണ്ടുപോകാറേ. പടച്ച റബ്ബേ, കണക്കിന് 100ക്ക് 100. ഏത് മാസം എന്നെ നോക്കിയേ? ബുൾബുൾ മാച്ച്. ഇത് ചത്ര വിശ്വാസമല്ല. ഇത് അങ്ങനെയാണ് ഈ 4 ഗുണക പഠിക്കാൻ ചെല്ലിക്ക. ഒരു നാൾ 4. ഇരുന്നാലോ? നിങ്ങൾ ഇരുന്നാലും കടന്നാലൊക്കെ 4 തന്നെയാണ് ഇപ്പൊ ചെയ്യാൻ. ഇരുന്നാലും കടന്നാലൊക്കെ 4. ഫുള്ള് മാർക്ക് ഞാൻ വാങ്ങിയില്ലേ. നിങ്ങൾ വാക്ക് വാങ്ങിച്ചാലിട്ടൊക്കെ വാങ്ങിച്ചാട്ടെ. കൊണ്ടുപോവാ. ഇന്ന് മോന്തിയായി. നാളെ നോക്കാം. അവിടെ രാത്രിയാണ് നല്ല കളർ പിച്ചിയാ തന്നെ. എന്നാ ഫുള്ള് കളറായിക്കോ. ഉത്സവോ ഞാനും കുഞ്ഞാപ്പും സൈനിയും കൂടി കാർണിവൽ കാണാൻ പോയി തരാം. അല്ല ഞാനും ഒറ്റക്കാണ്. ഓരോന്ന് മനസ്സിൽ വന്ന് കേറുന്നുണ്ട്. ചെക്കപ്പ് കഴിയുമ്പോത്തിന് കൊറേ നേരം മോട്ടിയെ ഒന്ന് കിട്ടാൻ ഇറങ്ങിക്കേ. അതിന് ഞാൻ മാറ്റിട്ട് എന്താ കാര്യം? ആ കുഞ്ഞാപ്പ് വരുന്നില്ലാലോ. ഓൻ വരുന്നില്ലാന്നോ? ഓനെ കൂട്ടിച്ചേത്താനെ ഞാൻ കൊണ്ടുപോകും. കുട്ടിച്ചേത്താനെ തന്നെ കൊണ്ടോണ്ടി വരും. ഓ പോരുന്നില്ലാലോ. ഇന്റെ ആരോഗ്യം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് കണി കാണാൻ കിട്ടൂല. അതെന്തോണ്ടാ? ഇടക്കിടക്ക് ഞാൻ അങ്ങനെ ചെക്കപ്പ് ചെയ്യണോണ്ടാ. അല്ലാതെ ചക്കി മാങ്ങി മാത്രം നിന്നോണ്ടല്ല. ചക്കക്കുരു ചേലക്കാതെ പോന്നോ? ഇന്റെ കുട്ടിയാക്കെ ഇന്റെ ആരോഗ്യം വേണം. അല്ല മോട്ടി അവിടെ കൊണ്ടുപോയ സൂചിക്കും. അതിന് പൊട്ടാ ഞാൻ പോണത് ചെക്കപ്പിനൊന്നും അല്ല. അവിടെ അൾട്രാഫേഷ്യൽ ഉണ്ട്. എന്താ അത്ര പേശണ്ടേലും ഞാനില്ല. അന്ന് ഞാൻ അവിടെ എപ്പോഴും ഇങ്ങോട്ടെത്തിയത് മര്യാദക്ക് പോരെ. എന്റെ വയറ് ക്ലീൻ ആക്കാണ്ട്. വയറൊക്കെ ഞാൻ സോപ്പിട്ടേക്കോളാം. ഞാൻ ഒറ്റ നാൾ തെരിയേക്കാരനെ ഇങ്ങനെ വേണം. സോപ്പിട്ടേക്കോ നോക്കേ. ഈ ആരോഗ്യം വേണം എല്ലാവർക്കും. ഈ
അനക്ക് മേത്തല്ല തലയിലാണ് ഇത് നോക്കിയാ കാണൂല ഞങ്ങൾക്കേ കാണുള്ളൂ. അല്ല ഇച്ചപ്പി എന്ത് പെക്ക ചെയ്യാനാ പോണത്? അതല്ലേ ഇപ്പൊ ചെയ്ത് ചെക്കപ്പ് ചെയ്യാനാ പോണെന്ന്. ആ ഞാൻ ECP ഇപ്പച്ചി JCB വാങ്ങി തരേ. ഞാൻ ആയുർയാമിക്ക് പോകണ്ടെന്നാ പറഞ്ഞത്. ആര് രാമനോ? രാമേട്ടാ ഇപ്പച്ചി വിളിച്ചല്ലേ? രാമജി പോയിക്കോട്ടോ അച്ഛന്റെ പണി തെച്ചാ നോക്കി പോയിക്കോ. എന്താന്ന് ഇതിന്റെ വയറ് മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഇതിന്റെ മേലെ മൊത്തം മെസ്സേജ് ചെയ്യണോ? മെസ്സേജ് അല്ല മസാജ്, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. വാ 10 പൈസക്ക് ഇങ്ങനെ പറ്റൂല.